എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ അമ്മ വീട്ടിലെ ഒരു ഫംഗ്ഷനായിരുന്നു, ഒരു കല്യാണ വ്ളോഗ് തന്നെയാണ് ഇന്നും. പക്ഷെ ഇത് ഞങ്ങൾ അടിച്ചു പൊളിച്ചൊരു കല്യാണമാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് മൂന്നിൻ്റെ അമ്മായികളാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ സ്വത്തു. എൻ്റെ സ്വത്തുവിന് ഇഷ്ടമായിച്ചെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇതൊക്കെ എൻ്റെ മാമന്മാരെ മക്കളാണ്. ഇതെൻ്റെ രണ്ടാമത്തെ അമ്മായിയാണ്. അപ്പോൾ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി ഞങ്ങൾ കെട്ടിനല്ല ഞങ്ങൾ ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗുരുവായൂർ കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഗുരുവായൂർ തന്നെയാണ് ഹാള്, ടൗൺ ഹാളിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അങ്ങനെ ചുറ്റി വളഞ്ഞിട്ടാണ് പോകുന്നത്. ഞങ്ങളപ്പോൾ ഹാളിലെത്തി. ഇതെൻ്റെ അച്ഛൻ, പിന്നെ ഇപ്പുറത്തേക്കുന്നത് ഞങ്ങൾ പാപ്പൻ, പിന്നെ മേമന്മാരും അമ്മായികളും, പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് കൊണ്ടൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറേ അധികം വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്ന് പറഞ്ഞും ഫോട്ടോ എടുത്തൊക്കെ ഞങ്ങൾ ഹാളിലേക്ക് കയറി. അവിടെയും ഞങ്ങളെ കുറേ പരിചയക്കാരുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ കണ്ടും വർത്താനം പറഞ്ഞൊക്കെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അങ്ങനെ ഇതാണ് പെണ്ണും ചെക്കനും. അവർ രണ്ടുപേരും ബന്ധുക്കൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയി. അനിയത്തിക്ക് ഒരു വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഗുരുവായൂർ വരുന്നുണ്ട്. അവിടെ തൊട്ടടുത്ത് തന്നെയാണുള്ള അമ്പലം. അപ്പോൾ പിന്നെ എന്നാൽ അവിടെ പോയി ആ വഴിപാടൊക്കെ ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അനിയത്തിയും മേമയും അമ്മായി എല്ലാവരും കൂട്ടിയിട്ട് അമ്പലത്തിൽ. അങ്ങനെ പൂവൊക്കെ കണ്ടപ്പോൾ വെച്ചത് പോരാന്ന് തോന്നി, ഒന്നുകൂടി വാങ്ങിക്കാമെന്ന് തോന്നി. അല്ലെ നല്ല ഭംഗിയുള്ള ഉണ്ണിക്കണ്ണന്മാരൊക്കെ എന്ത് രസമാണ് കാണാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ നമുക്ക് പോരാൻ തോന്നില്ല. അമ്മാതിരിയാണ് ശരിക്കും അവിടുത്തെ ഒരു വൈബ്. ഗുരുവായൂർ അമ്പലത്തേക്ക് വന്നപ്പോൾ പിന്നെ കല്യാണത്തിന് വന്നതാണെന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ. അവിടുത്തെ ആ ഒരു കടകളുടെയൊക്കെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ നടന്നിട്ട് അങ്ങനെ ശരിക്കും നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടി അങ്ങനെയൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുക്കുക. ഒരു ശരിക്കും പറഞ്ഞാൽ അതൊക്കെ മനസ്സിന് കിട്ടണ ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. ശരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ നമ്മൾ സമയം എന്താ പറയുക സ്പെൻഡ് ചെയ്യുമ്പോൾ. അങ്ങനെ മക്കളും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഞങ്ങൾ വേഗം ഗുരുവായൂരൊക്കെ ഒന്ന് പോയി. അവൾക്ക് വഴിപാടിടണമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പോയത്. ഇന്ന് അവർ വഴിപാടിടാൻ പോയി. ഞാൻ അവിടെ ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗുരുവായൂർ വന്നതല്ലേ. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്ത് ആ പോലീസുകാരനോട് എൻ്റെ മോൻ ചോദിച്ചത് ആ തോക്ക് കളിക്കാൻ തരുമെന്ന്. അപ്പോൾ ആൾ ചിരിക്കുക എൻ്റെ മുഖത്ത് നോക്കിയിട്ട്. അങ്ങനെ നല്ല അടിപൊളി സംഭാരം കിട്ടി. അതൊരു 3 ഗ്ലാസ് കുടിച്ചപ്പോൾ വയറിന് ഭയങ്കര ഒരു സുഖമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗുരുവായൂരത്തെ സംഭാരം. അങ്ങനെ പിന്നെയും കുറേ ഞങ്ങൾ ആ കടകളിലൊക്കെ വായി നോക്കി നടന്നു. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കണ്ടിട്ട് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പൈസ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് പോരാമെന്ന് വിചാരിച്ചു. ഈ ഉറി ഞാൻ ഉണ്ടാക്കിയിട്ട് വിറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ശരിക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇതുപോലെ നടത്താൻ തുടങ്ങി. സെൽഫി എടുക്കലും ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലൊക്കെ ആയിട്ട് ഇത് തന്നെയായിരുന്നു പരിപാടി ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്താലും നമുക്കത് മടുപ്പ് വരില്ല. അങ്ങനെ വിളിയോട് വിളിയായിരുന്നു. അവിടുന്ന് ഫുഡ് കഴിക്കാൻ നേരെയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും വേഗം തന്നെ ഹാളിലേക്ക് പോന്നു. അങ്ങനെ വരുമ്പോൾ കാറിൻ്റെ മേലെ നിന്നൊരു റോസാപ്പൂ കിട്ടി. അപ്പോൾ ആ റോസാപ്പൂ ഞാൻ എടുത്തിട്ട് കുറച്ച് നേരം എന്താ പറയുക ഭംഗി നോക്കി ആസ്വദിച്ചിട്ടൊക്കെ നിന്നു. ഞാൻ ചെവിടുമ്മലൊക്കെ വെച്ച് നോക്കി ഈ ഭംഗി ഉണ്ടാവുമെന്നൊക്കെ നോക്കി. അങ്ങനെ ഭംഗി ഉണ്ടെന്ന് വെച്ചെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ മെയിൻ കോഴ്സിലേക്ക് എത്തി ഫുഡ് കഴിക്കാൻ. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ എല്ലാതും കൂടി കൂട്ടിയിട്ട് നല്ലൊരു പിടുത്തം പിടിച്ചു. ശരിക്കും ഫുഡ് കഴിക്കുന്ന ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴത്തേനും വിശന്നൊരു പരിവായി. ഇതെൻ്റെ ഫ്രണ്ട് രേഷ്മ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഇവളുടെ നാത്തൂൻ്റെ മോളെ കല്യാണമായിരുന്നു. ഇത് ബിന്ദേച്ചി. അങ്ങനെ ഞങ്ങളൊരു ഡാൻസൊക്കെ അവിടെ വെച്ചിട്ട് കളിച്ചു. പക്ഷേ അതൊന്നും എനിക്ക് കറക്റ്റായില്ല. വീണ്ടും എൻ്റെ അമ്മ വീണ്ടും പഠിപ്പിച്ചു. അപ്പോഴും എനിക്ക് വല്ലാണ്ട് അവളെത്ര എത്താൻ പറ്റിയില്ല. എന്നാലും ഞാൻ ഒപ്പിച്ചു. അങ്ങനെ വീണ്ടും വിളി വന്നു, ഇതാ ചെക്കനും പെണ്ണും കൂടി ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ വേഗം ഞങ്ങൾ ഡാൻസൊക്കെ അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ വേഗം താഴത്തേക്ക് ഇറങ്ങി. അങ്ങനെ ചെക്കനും പെണ്ണും കൂടി ഇറങ്ങാറായി. അങ്ങനെ അവരിറങ്ങി ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് വന്നു. റിസപ്ഷന് പോകാൻ റെഡിയായി. ഇനി റിസപ്ഷൻ ഇതാണ്. ഞാൻ റിസപ്ഷൻ ഇട്ട ഡ്രസ്സ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അങ്ങനെ ഞങ്ങൾ റിസപ്ഷന് പോവാണ്. ഇതാണ് എൻ്റെ ഏറ്റവും താഴെ മേമ. ഞങ്ങളിങ്ങനെ നടന്നിട്ട് കുശലൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണിട്ട് അങ്ങനെ ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലെത്തി. അങ്ങനെ അവിടെയും കുറേ വെള്ളമൊക്കെ കുടിച്ച് നേരെ ഫുഡ് കഴിക്കാൻ പോയി. കാരണം അവിടെ ഫോട്ടോ എടുക്കാൻ നമുക്ക് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ അവരിങ്ങനെ വിളിക്കേണ്ടായിരുന്നു. അപ്പോൾ മാമൊക്കെ പറഞ്ഞു നമുക്കിന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം പറഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. നല്ല ചിക്കൻ കറിയും ബീഫ് കറിയും നെയ്ച്ചോറും പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലപോലെ കഴിച്ചിട്ട് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാൻ പോയി. ഐസ്ക്രീമിന് നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു.
അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചു. അമ്മായികളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ താഴെ രണ്ടാമത്തെ അമ്മായി, അതിൻ്റെ മൂത്തമ്മായിയുടെ മോനാണ്. പിന്നെ അതിൻ്റെ അനിയത്തിനെ പിന്നെ കുറച്ച് വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ മേമ. അങ്ങനെ ഞങ്ങളൊരു ഫോട്ടോസും കൂടി എടുത്തിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഫോട്ടോസ് അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി കാരണം എൻ്റെ അമ്മയുടെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് എൻ്റെ അമ്മയുടെ ഫാമിലി എന്ന് പറയുന്നത്. എൻ്റെ മാമന്മാരുടെ ഭാര്യമാരും എൻ്റെ മേമന്മാരും എൻ്റെ മേമന്മാരുടെ മക്കളും മാമന്മാരുടെ മക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ ആൺമാതിരി അടിച്ച് പൊളിച്ചിട്ടുണ്ട് കല്യാണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയും ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.